ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചർമ്മത്തിലെ കരിവാളിപ്പും കറുപ്പ് നിറവും ഒക്കെ അകറ്റാൻ സഹായിക്കുന്ന ഒരു സൺ ടാൻ റിമൂവൽ പാക്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് എൻ്റെ കാലുകൾക്ക് വേണ്ടിയിട്ടാണ്. കാലുകൾക്ക് ഒരുപാട് ഡാമേജ് ഈ ഒരു സമയത്ത് ചൂട് മൂലം സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ അകറ്റി ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാലുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് ഫേസിലും അതേപോലെ തന്നെ കൈകളിലും ഒക്കെ യൂസ് ചെയ്യാൻ. ഞാൻ ഫേസിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാക്കുകൾ ഇടും. നമ്മൾ കാലുകളുടെ കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത് തയ്യാറാക്കാമെന്ന് വെച്ചിരിക്കുന്നത്. ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് നമ്മുടെ കാപ്പിപ്പൊടി. കാപ്പിപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ ചർമ്മത്തിലെ ചുളിവുകൾ നീക്കാനായിട്ട്, അതേപോലെ തന്നെ ഡെഡ് സ്കിൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നല്ല പുതിയ സ്കിൻ വരാനായിട്ട് ഒക്കെ സഹായിക്കുന്നതാണ്. ഇത് നമുക്ക് ബോഡി സ്ക്രബായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടു. പിന്നെ അടുത്തതായിട്ട് 1 ടീസ്പൂൺ അളവിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ബോഡി സ്ക്രബ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് നമ്മൾ കുറച്ച് നാരങ്ങ നീര് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചർമ്മത്തിലെ ഡാർക്ക് സ്പോട്ടും അതേപോലെ തന്നെ പാടുകളും ഒക്കെ പോകാനായിട്ടും സ്കിൻ ഒന്ന് കുറച്ചുകൂടി ബ്രൈറ്റ് ആവാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ ഈ നാരങ്ങ നീര്. പക്ഷേ എല്ലാ ചർമ്മക്കാർക്കും നാരങ്ങ നീര് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതൊന്നും പിടിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ എന്തെങ്കിലും പാക്കുകളോ അല്ലെങ്കിൽ സ്ക്രബുകളോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ചേർത്തിട്ട് ഉപയോഗിക്കുക. വൈറ്റമിൻ സി ധാരാളം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനൊക്കെ നമ്മുടെ നാരങ്ങ നീര് സഹായിക്കും. സ്കിന്ന് കുറച്ചുകൂടി സ്മൂത്ത് ആകും, അതേപോലെ തന്നെ ബ്രൈറ്റനാകും ഒക്കെ. അങ്ങനെയുള്ള ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് നാരങ്ങ നീര് ഉപയോഗിക്കുന്നതിലൂടെ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് ഡ്രൈ ആയിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ സൺ ടാൻ ആയിട്ട് ആകെ ഡാമേജ് ആയിരിക്കുന്ന സമയമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ തേൻ കൂടി നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. തേനാണെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് മോയ്സ്ചറിനെ പിടിച്ചു നിർത്താനായിട്ട് കഴിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തേൻ കൂടി ആഡ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാക്ക് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്ക്രബ് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഫേസ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കയ്യിലോ കാലിലോ എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലിൻസ് ചെയ്ത ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ നോർമലി കുളിക്കുന്നതിന് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം, മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യാം. ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കാലൊക്കെ കഴുകി റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് പാക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാലിലെ ടാനൊക്കെ നന്നായിട്ടൊന്ന് കുറഞ്ഞ ഒരു ഫീലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇത് ഉപയോഗിക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഹായ് എന്നെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കണ്ടു എന്ന് ഞാൻ അറിയുള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.